നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അത് ആകാശിനോടുള്ള ശ്രേയയുടെ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഞങ്ങൾക്കറിയാം. അവനെ ആ കേസിൽ പെടുത്തി നരകിപ്പിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേ, ഞാനും ഇവനും. പക്ഷേ അവൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള തെളിവൊക്കെ കൊടുത്ത് കേസിൽ നിന്ന് ഒഴിവാക്കിയെടുത്തല്ലോ. പഴയ കാമുകനോടുള്ള ഇഷ്ടം ഇപ്പോഴും മനസ്സിലുള്ളത് കൊണ്ടാണോ അവനെ കേസിൽ നിന്ന് ഒഴിവാക്കിയേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളാകെ തകർന്നുപോയി മാഡം. ജോലിന്ന് പിരിച്ചുവിട്ട് തലതാഴ്ത്തി വീട്ടിലേക്ക് കയറി വിടുന്ന അവന്റെ അച്ഛന്റെ മുന്നിൽ ഒട്ടിക്കാൻ പടക്കം വരെ വാങ്ങി വെച്ചതാ. അതെല്ലാം ചീറ്റിപ്പോയി. ആ മാഷിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കാന്ന് വിചാരിച്ചു. ഈ പ്രായത്തിൽ മാഷിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ആകാശിന് ഈ കേസിൽ തിരിച്ചടി കിട്ടി ജയിലിൽ പോയിരുന്നെങ്കിൽ അവൻ തിരിച്ചു വരുന്നതിന് മുന്നേ ഞാനെല്ലാം തലകേട്ട് മറച്ചേനെ. പക്ഷെ എല്ലാം വെറുതെ. അതിന് കാരണം മാടാണെന്ന് അറിഞ്ഞപ്പോൾ ഷോക്കായിപ്പോയി. സംസാരിച്ചു കഴിഞ്ഞോ? ഇനി ഞാൻ എന്റെ ഭാഗം പറയാം. നിങ്ങളുടെ അനിയനെ ജയിലിലേക്ക് അയച്ചതുകൊണ്ട് എനിക്കൊരു ഗുണമില്ല. ആകാശ് ഡെയിലി ഓഫീസിലെത്തണം, എന്നെ കാണണം, എന്റെ ഓർഡറുകൾ അനുസരിക്കണം. അതാണ് എന്റെ സന്തോഷം. അതിനുവേണ്ടിയാ ആകാശിനെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷിച്ചത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞതുപോലെ ആകാശിന്റെ കാമുകനായതുകൊണ്ടൊന്നല്ല. ആകാശ് ഓഫീസിൽ കിടന്ന് കഷ്ടപ്പെടണം, അതിനുവേണ്ടിയാ ഞാൻ അവന്റെ ജോലി കളയാതെ നോക്കിയത്.